ദിവസത്തിൽ ഒരു ചായയെങ്കിലും കുടിക്കാത്തവർ കുറവായിരിക്കും. നമ്മുടെ ദിനചര്യയുടെ ഭാഗമായാണ് ചായ എന്ന് പറയുന്നതിൽ അതിശയോക്തി ഒട്ടും തന്നെയില്ല. എന്നാൽ അമിതമായ അളവിൽ ചായ കുടിക്കുന്നത് അനാരോഗ്യകരമായ ഒരു ശീലം തന്നെയാണെന്നാണ് ഭൂരിപക്ഷം പഠനങ്ങളും പറയുന്നത്. ഇവിടെയാണ് ഗ്രീൻ ടീയുടെ കടന്നുവരവ്. ആരോഗ്യകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നവരെല്ലാം തന്നെ ഇന്ന് ഗ്രീൻ ടീയിലേക്ക് മാറുകയും ചെയ്തു. ഉന്മേഷം പ്രദാനം ചെയ്യും എന്ന കാര്യത്തിൽ ഏറെ മുന്നിലായ ഗ്രീൻ ടീ പലതരത്തിൽ തയ്യാറാക്കാവുന്നതാണ്. ഇലകൾ ഉപയോഗിച്ചും ടീ ബാഗ് കൊണ്ടും തുടങ്ങി നിരവധി രീതിയിൽ. എന്നാൽ ശരിയായ രീതിയിൽ തയ്യാറാക്കി കുടിച്ചാൽ മാത്രമേ ഗുണഫലങ്ങൾ ലഭിക്കുകയുള്ളൂ എന്ന കാര്യവും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ആൻറ്റി മൈക്രോബിയൽ, ആൻറ്റി ഡയബറ്റിക്, ആൻറ്റി ഇൻഫ്ലമേറ്ററി, ആൻറ്റി ഓക്സിഡൻറ്റ് ഘടകങ്ങൾ അടങ്ങിയിരിക്കുന്ന ഗ്രീൻ ടീ ദിവസവും കുടിക്കുന്നത് ആരോഗ്യത്തിന് ഏറെ ഗുണകരമാണ്. ശരീരഭാരം കുറയ്ക്കുന്നതിനും ദഹനപ്രക്രിയ എളുപ്പത്തിലാക്കുന്നതിനും മാത്രമല്ല, പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനും പ്രമേഹത്തെ നിയന്ത്രിക്കാനുമൊക്കെ ഗ്രീൻ ടീ സഹായിക്കും. ഡയറ്റീഷ്യൻ ഷിക കുമാരി പറയുന്നത് ഗ്രീൻ ടീയുടെ കാര്യത്തിൽ ചിലരെങ്കിലും ചില തെറ്റുകൾ ആവർത്തിക്കുന്നുണ്ടെന്നാണ്. ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച കുറിപ്പിൽ വളരെ വ്യക്തമായി തന്നെ ആ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചിട്ടുമുണ്ട്. ഭൂരിപക്ഷം പേരുടെയും ഒരു ദിവസം ആരംഭിക്കുന്നത് ചായയോടെ ആയിരിക്കും. ആ ചായയ്ക്ക് പകരമായി ഗ്രീൻ ടീ കുടിക്കുന്നത് ആരോഗ്യകരമാണെന്ന ചിന്തയിൽ വെറും വയറ്റിലത് കുടിക്കുന്നവരുമുണ്ട്. എന്നാൽ ഗ്രീൻ ടീയിൽ അടങ്ങിയിരിക്കുന്ന ടാന്നസ് വൈറൽ അസിഡിറ്റി സൃഷ്ടിക്കും. ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിനായി എല്ലായ്പ്പോഴും എന്തെങ്കിലും കഴിച്ചതിനു ശേഷം മാത്രം ഗ്രീൻ ടീ കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ആരോഗ്യത്തിന് ഏറെ ഗുണകരമാണെന്ന ചിന്തയിൽ കൂടിയ അളവിൽ ഗ്രീൻ ടീ അകത്താക്കുന്നവരുമുണ്ട്. ഇത് ഗുണത്തേക്കാൾ ഏറെ ദോഷമേ ചെയ്യൂ. ഉറക്കമില്ലായ്മ, അനാവശ്യമായ ഉത്കണ്ഠ, ദഹന പ്രശ്നങ്ങൾ തുടങ്ങിയവയ്ക്ക് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ദിവസവും 2-3 കപ്പിൽ കൂടുതൽ കഴിക്കരുതെന്നാണ് ഡയറ്റീഷ്യൻ്റെ അഭിപ്രായം. ഗ്രീൻ ടീ ആരോഗ്യകരമല്ലെങ്കിലും കഫീൻ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഉറങ്ങുന്നതിന് 2-3 മണിക്കൂറുകൾക്ക് മുൻപ് മാത്രം കുടിക്കാൻ ശ്രദ്ധിക്കുക. ഭക്ഷണത്തിന് തൊട്ടു പിന്നാലെ ഗ്രീൻ ടീ കുടിക്കുന്നത് ഭക്ഷണത്തിൽ നിന്ന് ഇരുമ്പ് ആഗിരണം ചെയ്യുന്നതിനെ തടസ്സപ്പെടുത്തും. ഇത് കാലക്രമേണ വിളർച്ചയ്ക്ക് കാരണമാകും. ഡയറ്റീഷ്യൻ്റെ അഭിപ്രായത്തിൽ ഭക്ഷണത്തിന് ശേഷം 1 മണിക്കൂർ കഴിഞ്ഞ് മാത്രം ഗ്രീൻ ടീ കുടിച്ചാൽ മതിയാകും. സാധാരണയായി ചായ തയ്യാറാക്കുമ്പോൾ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്കോ അല്ലെങ്കിൽ തീ അണച്ചതിനു ശേഷം തിളച്ച വെള്ളത്തിലേക്ക് ഉടനടിയോ തേയില ഇടുന്ന പതിവുണ്ട്. ഗ്രീൻ ടീയിലെ ശരീരത്തിന് ഗുണകരമായ ഘടകങ്ങൾ നഷ്ടപ്പെടുമെന്ന് മാത്രമല്ല, ചെറിയ ചവർപ്പിനും സാധ്യതയുണ്ട്. തിളച്ച വെള്ളത്തിൻ്റെ തീ അണച്ച് താപനില 80 to 85 ഡിഗ്രിയിൽ എത്തിയതിനു ശേഷം മാത്രം തേയില ഇടാൻ ശ്രദ്ധിക്കുക. രക്തസമ്മർദ്ദത്തിന് കഴിക്കുന്ന മരുന്നുകൾ, ആൻറ്റി ഡിപ്രസൻറ്റുകൾ, ബ്ലഡ് തിന്നറുകൾ എന്നിവയുമായി പ്രതിപ്രവർത്തിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് തന്നെ ഈ മരുന്നുകൾ ഉപയോഗിക്കുന്നവർ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഗ്രീൻ ടീ ഉപയോഗിച്ചാൽ മതിയാകും. ചിലരെങ്കിലും ഒരു തവണ ഉപയോഗിച്ച ടീ ബാഗുകൾ വീണ്ടും ഉപയോഗിക്കുന്നവരാണ്. വീണ്ടും ഉപയോഗിക്കുമ്പോൾ ചായയുടെ യഥാർത്ഥ ഗന്ധവും ഫ്രഷ്നെസ്സും നഷ്ടപ്പെടും. ഗ്രീൻ ടീയുടെ പോഷക ഗുണങ്ങൾ ഇല്ലാതെയാക്കാനും ഇതിന് ഇടവരുത്തുന്നു. ഒരു തവണ മാത്രം ടീ ബാഗുകൾ ഉപയോഗിക്കുന്നതാണ് ഉത്തമം.